നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ ഇന്നത്തെ ട്രെയിൽ വാക്ക് ആരംഭിക്കുകയാണ്. ഘോരവനത്തിലൂടെ നടന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വാർത്തകൾ എത്തിക്കുന്നത്. ചെറു അരുവികളും അങ്ങനെയുള്ള നമുക്ക് ഈ കാട്ടിനുള്ളിൽ കാണുന്ന പല അരുവികളെല്ലാം ഉണ്ട്. ട്രെയിൽ തെറ്റിപ്പോയ വഴി തെറ്റിപ്പോകൂട്ടാ. അതുപോലെ ഈ ചെറു നടപ്പാതകളാണ് ഇവിടെ ഉള്ളത്, ടാറിടാത്ത. ഇത് പല പാത്ത് വേകളും ഇങ്ങനെ ഈ പേയ്ഡ് ആയിരിക്കും, ഈ സിമെൻ്റൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് കൊണ്ടിട്ടതായിരിക്കും ഇത്. പക്ഷേ ശരിക്കും പ്രകൃതി ഇതിൽ കൂടെ നടന്നു പോകുന്ന ട്രെയിലാണ്. അപ്പോൾ ഇന്ന് വാർത്തകൾ നമ്മൾ ട്രെയിനിലാണെങ്കിലും വാർത്തകൾ നിൽക്കുന്നില്ല. ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ അതിദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുകയാണ്. കാലിഫോർണിയയിൽ മെക്സിക്കോ ബോർഡർ, അതിൻ്റെ തെക്ക് ഭാഗത്താണ്, ഏറ്റവും തെക്ക് അതിർത്തിയാണ്. മെക്സിക്കോ ആയിട്ട് പങ്കിടുന്ന ബോർഡറിൻ്റെ ഒരു മിലിറ്ററി ടൗണാണ് സാന്റിയാഗോ. ഈ സാന്റിയാഗോയിൽ ഒരു 5 മുസ്ലിം സഹോദരങ്ങൾ, അതിൽ 3 ആൾക്കാർ മുതിർന്നവരാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അടക്കം. സെക്യൂരിറ്റിക്കാരൻ്റെ പേര് അമീൻ അബ്ദുള്ള എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് 8 കുട്ടികളുണ്ട്. അദ്ദേഹത്തിനെ അടക്കം കൊന്നിരിക്കുകയാണ്. എന്തോ ഇസ്ലാമിക ഇതിലെന്തോ ഒരു ആചാരങ്ങൾ, ഹജ്ജിൻ്റെ കാലമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു അത്രയും പ്രാധാന്യമുള്ളൊരു സമയത്താണ് ഈ 5 മുസ്ലിം സഹോദരങ്ങളെ കൊന്നിരിക്കുന്നത്. അവിടെ ഒരു സ്കൂൾ കൂടി, ഇസ്ലാമിക് സ്കൂൾ കൂടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ക്രൂരകൃത്യം. ഇത് ചെയ്തിരിക്കുന്നത് 17 വയസ്സുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരൻ, കെയ്ൻ ക്ലാർക്ക് എന്നാണ് അവൻ്റെ പേര്. പിന്നെ വേറെ രണ്ടാമത്തവൻ്റെ പേര് കാലിബ് വാസ്കൂസ്. അത് പേര് കേട്ടിടത്തോളം ഒരു ഹിസ്പാനിക്, അതല്ലെങ്കിൽ സ്പാനിഷ് വംശജനാണ് കാലിബ് വാസ്കൂസ്. ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവർ 2 ആൾക്കാർ ഒരു BMW കാറിൽ രക്ഷപ്പെട്ട് പോയിട്ട് സ്വയം വെടിയുതിർത്ത് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിലും ഭീകരമായിരുന്നേനെ. കാരണം അവിടെ സ്കൂൾ കുട്ടികൾ ഒട്ടനവധി ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു, മുസ്ലിം മതപഠന ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു ഈ മോസ്കിനുള്ളിൽ. ഒപ്പം തന്നെ അവിടെ ഈ പ്രാർത്ഥന കാര്യങ്ങൾക്കും മറ്റും വന്നിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ വേറൊരു കാര്യം, ഈ കെയ്ൻ ക്ലാർക്കിൻ്റെ മാതാവ് ഈ സംഭവം നടക്കുന്നതിലും 2 മണിക്കൂർ മുമ്പ് അവിടുത്തെ ലോ എൻഫോഴ്സ്മെൻറ്റിനെ ഈ കാര്യം അറിയിച്ചിരുന്നു. മകൻ സൂയിസൈഡൽ ടെൻഡൻസീസ് കാണിക്കുന്നു, അവൻ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. ഒരുപക്ഷെ അവനെ ട്രാക്ക് ചെയ്ത് പിടിക്കുന്നതിന് ഇപ്പോൾ സാധിച്ചില്ല. അവിടെ SDP എന്ന് പറയുക, സാന്റിയാഗോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇങ്ങനെയുള്ള ഇതുകൾ വരുമ്പോൾ പല ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ അത് തടയാനായിട്ട് സാധിച്ചില്ല അവർക്ക്. പിന്നെയുള്ളത് ഈ തോക്ക് ഒരു വെച്ചാൽ ഈ 17 വയസ്സുകാരന് തോക്ക് കിട്ടില്ല, വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ തോക്ക് ഈ കെയ്ൻ ക്ലാർക്കിൻ്റെ മാതാവിൻ്റെ ഉടമസ്ഥതയിലാണ് ഇത്. അപ്പോൾ അവർ ഉത്തരവാദിത്വം പറയേണ്ടി വരും, തീർച്ചയായിട്ടും ഉത്തരവാദിത്വം പറയണം. കാരണം ഒരാളെയും കൊല്ലാൻ പാടില്ല, മതത്തിൻ്റെ പേരിലാണെങ്കിലും ഒന്നിലാണെങ്കിലും ഒരാൾക്കും വധിക്കാൻ, കൊല്ലാനായിട്ടുള്ള അനുവാദമില്ല. ആ കാര്യത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ നമ്മൾ മുഖം നോക്കാതെ കൊന്നുകളയും. ഈ കാര്യത്തിൽ ഇതിലിപ്പോൾ അവർ 2 ആളും സ്വയം ആത്മഹത്യ ചെയ്തു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ നിയമവ്യവസ്ഥയെ അപ്പം തന്നെ കൊന്നുകളഞ്ഞേക്കണം. അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല നമ്മൾ കൊന്നുകളയേണ്ടത്. ഇനി അടുത്തവൻ തോക്കെടുത്ത് വരാത്ത രീതിയിലായിരിക്കണം പ്രവൃത്തികൾ. അടുത്തവൻ തോക്കെടുത്ത് വരാണ്ട്, ഒപ്പം തന്നെ ഈ തോക്കെടുത്ത് പോയി ഇവർ 2 ആളും സ്വയം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വേണ്ടത് ഒരു പക്ഷേ അവരുടെ ഈ തോക്ക് എങ്ങനെ അവൻ്റെ കയ്യിൽ വശം വന്നു. ഇപ്പം എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും മിലിറ്ററിയിലുള്ളവർ, പോലീസിലുള്ളവരൊക്കെ 30 തോക്കുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീടുകളിൽ വലിയ ലോക്കർ സിസ്റ്റം വെച്ചിട്ടാണ് ഈ തോക്ക് പൂട്ടി വെച്ചേക്കാം, ഒരാൾക്കും തൊടാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവാദിത്തം, റിയൽ മാർക്സ്മാൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അവരതൊരു കലയായിട്ട് കൊണ്ട് നടക്കുന്നു. വെടിവെച്ച് പഠിക്കുന്നു, പിന്നെ മാന വെടിവെച്ച് ഭക്ഷിക്കാനായിട്ട് ടർക്കി, കരടീനെ വെടിവെക്കുന്നവരുണ്ട്, പിന്നെ ടാർഗറ്റ് പ്രാക്ടീസ് നടത്തുന്നു. പക്ഷെ അവരുടെ ഉത്തരവാദിത്ത ബോധം, അവരുടെ റൈഫിളുണ്ട്, ഷോട്ട് ഗൺസ് ഉണ്ട്, പിന്നെ പിസ്റ്റൾസ്, 9mm പിസ്റ്റൾ, പല തരത്തിലുള്ളത്. അവർക്കൊരു ഹരമാണ്, അവരൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അത് സുരക്ഷിതമായിട്ട് അവരുടെ കുട്ടികളൊന്നും അതുമ്പോൾ കൈ തൊടാൻ പറ്റില്ല.
കാരണം അത്രയും വലിയ ലോക്കറിൽ, ഇരുമ്പ് ലോക്കർ, നമ്മൾ പണമൊക്കെ വെക്കുന്ന ലോക്കറിലാണ് അവരത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരാൾക്കൊന്നും, കാരണം അതിൻ്റെ ഉത്തരവാദിത്വ ബോധം അവർക്ക് അറിയാം. അതിന് മാത്രം തോക്കുകളാണ്. ഇവിടെ തോക്ക് നിയന്ത്രണത്തെ പറ്റി പല ചർച്ചകളിവിടെ നടക്കാറുണ്ട്. അപ്പം അതിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, തോക്കാണോ മനുഷ്യനാണോ കൊല്ലുന്നേ? തോക്ക് സ്വയം പോയി വെടിവെച്ച് കൊല്ലില്ല, അത് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ തോക്ക് നിയന്ത്രണം കൊണ്ട് അത് നടക്കില്ല. തന്നെയല്ല അമേരിക്കയിലെ സെക്കൻഡ് അമെൻമെൻറ്റ്, തോക്ക് ദ റൈറ്റ് ടു ബെയർ ആം, തോക്കും കൊണ്ട് നടക്കാനുള്ള അവകാശം. അതുകൊണ്ടാണ് ബൈഡനോ അല്ലെങ്കിൽ കമല ഹാരിസോ ഒബാമയോ ആര് വന്നാലും അത് എടുത്ത് കളയാൻ പറ്റില്ല. കാരണം അതിന് മാത്രം മെജോറിറ്റി മൊത്തം കോൺഗ്രസും ഇതും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ തോക്കിൻ്റെ നിയമം, അങ്ങനെ തോക്ക് നിയമം എടുത്ത് കളയാൻ പറ്റുള്ളൂ. അതിന് റിപ്പബ്ലിക്കൻസും, ഇവിടെ NRA ഉണ്ട്, നാഷണൽ റൈഫിൾ അസോസിയേഷൻ, അവർ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്. ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ തോക്ക് എടുത്ത് വയ്ക്കാൻ, ആ തോക്ക് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ തോക്ക് ഒരു 10-60-70% ആൾക്കാർ തോക്ക് എപ്പോഴും കൊണ്ടു നടക്കുന്നവരാണ്. കൺസീൽഡ് CCW എന്ന് പറയും, കൺസീൽഡ് ക്യാരി എ വെപ്പൺ. അത് പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ പെർമിറ്റ് കിട്ടണം. ലോ എൻഫോഴ്സ്മെൻറ്റിന് അതിൻ്റെ പെർമിറ്റിൻ്റെ ആവശ്യമില്ല. ലോ എൻഫോഴ്സ്മെൻറ്റ് അത് കൊണ്ടു നടക്കാം. 5 തോക്ക് 10 തോക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാം. പക്ഷേ ചില സിറ്റികളിൽ, ചില സംസ്ഥാനങ്ങളിൽ നിയമമുള്ളത് CCW ആണ്, കൺസീൽഡ് ക്യാരി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെടിവെച്ച കേട്ടു കേട്ടാ. ഹണ്ടിങ്ങിന് ഇറങ്ങിയ ആരോ ഒരു വെടിവെച്ചത് ഇപ്പോൾ കേട്ടു ഞാൻ. ചിലപ്പോൾ മാനെ ഈ ടർക്കീനൊക്കെ വെടിക്കാൻ വരുന്നവരുണ്ട്, അങ്ങനെ ഒരു ഒച്ച കേട്ടു. അപ്പോൾ വീണ്ടും കേട്ടു വെടിവെച്ച. അപ്പോൾ ഈ കൺസീൽഡ് ക്യാരി, അപ്പോൾ ഈ സ്ത്രീ എങ്ങനെ, ഈ സ്ത്രീയുടെ തോക്ക് ഇവരുടെ കയ്യിൽ വന്നു, ഈ മകൻ്റെ കയ്യിൽ, കെയ്ൻ ക്ലാർക്കിൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ സ്ത്രീ തീർച്ചയായും മറുപടി പറയണം, അവർക്ക് ജയിൽ ശിക്ഷ കിട്ടണം. കാരണം അവരുടെ തോക്ക് സുരക്ഷിതമായി എടുത്തു വെച്ചില്ല എന്നുള്ളത് അവർക്ക്, അതായത് ഇത് ഉത്തരവാദിത്വ ബോധമില്ലാത്തതിൻ്റെ ഇതാണ്. അത് പലപ്പോഴും ഇത് നല്ല തോക്ക് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരത്, ഞാൻ പറഞ്ഞില്ലേ, 30, 40, 50 തോക്കുകളുള്ള വീടുകളിലൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ 1000 ഏക്കർ 2000 ഏക്കർ അങ്ങനെയാണ് അവരുടെ ജീവിത രീതി. അവർക്ക് കൃഷിയുണ്ട്, അവിടെ നിറയെ പൈൻ മരങ്ങൾ, മരം വെട്ടി വിൽക്കുന്നു, അങ്ങനെ വരുമാനം, അങ്ങനെ ഒരു ജീവിത രീതിയാണ് ഇവരിൽ ഉള്ളത്. ഇവിടെ കരടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തിരിച്ച് നടക്കുന്നുണ്ട്. ഈ കറുത്ത കരടി ആക്രമിക്കില്ല എന്നാണ് ഇത്. കറുത്ത കരടി ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സൈഡിൽ കൂടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതിലേക്ക് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രൗൺ കരടിയുണ്ട്, അത് വളരെ ചുരുക്കം കാണുള്ളൂ. അവർ ചിലപ്പോൾ ആക്രമിച്ച് കളയുന്നതാണ് ഞാൻ സ്വതവേ കേട്ടിരിക്കുന്നത്. അപ്പം ഈ സാന്റിയാഗോയിൽ നടന്ന സംഭവം അത് അതിദാരുണമാണ്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ആർക്കും ആരെയും കൊല്ലാനുള്ള അവകാശമില്ല. എന്നാൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അതെല്ലാവർക്കും അനുവദിച്ചു കൊടുക്കണം. സംസാരിക്കണം, പ്രതിഷേധിക്കണം, അത് നമ്മുടെ മൗലിക അവകാശമാണ്. പിന്നെ ഇതിൽ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ പറയുന്നു ഇത് ഇസ്ലാമിനെതിരെയുള്ള ആക്രമണമായിരുന്നു, ഇസ്ലാമിക സഹോദരങ്ങൾ, ഹെയ്റ്റ് ക്രൈമാണ്, വിദ്വേഷ കുറ്റകൃത്യമാണത്. അത് അമേരിക്കൻ ലോയുടെ ഇതിൽ വരുമ്പോൾ വിദ്വേഷ കുറ്റകൃത്യത്തിന് അങ്ങനെയുള്ള ഇതിനൊക്കെ ഫസ്റ്റ് ഡിഗ്രി മർഡറൊക്കെ ആയിട്ട് കണക്ക് കൂട്ടി അവർക്ക് വേണമെങ്കിൽ തൂക്കുകയർ കിട്ടുമായിരുന്നു, അവരെ വധശിക്ഷ കിട്ടുമായിരുന്നു. പക്ഷേ ഇവർ രണ്ടാളും സ്വയം വെടിവെച്ച് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഇത് വരുമോ എന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ കോടതിയിൽ വരുമ്പോഴാണ് അത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിദ്വേഷ ഇതുകൾ കഴിഞ്ഞ ആഴ്ചയിൽ UK സിനഗോഗ്, ജൂതന്മാരുടെ സിനഗോഗിനെതിരെ ആക്രമണം ഉണ്ടായി. അത് ഇസ്ലാമിക സമൂഹമാണ് ചെയ്തത്. ഇപ്പം ഭൂരിഭാഗം പാകിസ്ഥാനികളാണ് ഇത് ചെയ്യുന്നത്. അതിനെതിരെ ഒരു പ്രതിഷേധവും ഇസ്ലാമിക സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടില്ല. നേരെ ഇന്ത്യയിൽ എപ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അവർ എപ്പോഴും പൊട്ടിക്കും. കാരണം അവർക്ക് പൊട്ടിക്കാനുള്ള അനുവാദം കോൺഗ്രസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പം അടുത്ത് പഹൽഗാം ഉണ്ടായ സമയത്ത് മതം നോക്കി തുണി പൊക്കി കൊന്നു. ഇതിൽ ഞാൻ ആ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇസ്ലാമിക സഹോദരനും അവർ സാമൂഹിക മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ ഒരു അനുശോചനം, കണ്ടോലൻസസ്. കാരണം അവിടെയാണ് ഇസ്ലാമിന് തെറ്റുപറ്റിയത്. അത് നിലനിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം. കുറേ 1400 വർഷം നിന്നാലും ചിലപ്പോൾ ഇനി നിന്നുകൊള്ളണമെന്നില്ല. പഹൽഗാമിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇതുപോലെയുള്ള ഇത് ശക്തമായിട്ടുള്ള
ഇത് പറയട്ടെ, അനുശോചന കുറിപ്പ് എഴുതട്ടെ ഇവർ. അവർ മതം നോക്കി വ്യക്തമായിട്ട് കൊന്നിരിക്കുകയാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ മോഡി എവിടെ ഇരിക്കുന്നു? ഓപ്പറേഷൻ സിന്ദൂർ അവർ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞ് ഇപ്പോൾ ട്രംപിനെ വിളിച്ച് തലൂരിയതിന്ന്. അതാണ് നമുക്ക് അൻസോണിയ ഫോറസ്റ്റ് മരത്തിൻ്റെ പേരാണോന്ന് അറിയില്ല കേട്ടോ. ഇപ്പം മരത്തുമ്പോൾ പതിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിദാരുണമായൊരു സംഭവമാണ് സാന്റിയാഗോയിൽ സംഭവിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏത് മതമായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സംഭവിക്കും. ചില ക്രൂര മനസ്സ് കൃത്യങ്ങൾ നടത്തുന്ന മനസ്സുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം തന്നെ ശിക്ഷിക്കുക. ജുഡീഷ്യറി അത് അവരാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സാന്റിയാഗോ പോലീസ് അവർക്കെതിരെ ഇപ്പോൾ FBI ഇടപെട്ടിട്ടുണ്ടാവണം. കാരണം ഇതൊരു ഹെയ്റ്റ് ക്രൈം ആയതുകൊണ്ട് ഫെഡറൽ ലോ എൻഫോഴ്സ്മെൻറ്റും ഇടപെട്ടിട്ടുണ്ടാവണം. അപ്പോൾ ഹെയ്റ്റ് ക്രൈം നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്.